ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് കുഞ്ഞുങ്ങളുടെ ലൈഫിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ദിവസമാണ്. അവർ ആദ്യമായിട്ട് KSRTC ബസ്സിലും അതേപോലെ ട്രെയിനിലൊക്കെ കയറുന്ന ഒരു ദിവസമായിരുന്നു കേട്ടോ. ഇത് ക്രിസ്മസിന് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ്. എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റായി പോയി. അപ്പോൾ അമ്മയ്ക്ക് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ മലപ്പുറത്തേക്ക് പോവുകയാണ്. ഇവരെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മലപ്പുറത്ത് നിന്ന് ആലപ്പുഴയ്ക്ക് പോയിട്ടുണ്ടായിരുന്നു. കാരണം 2 കുട്ടികളും കുറേ ലഗേജസ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇവർക്ക് 2 പേർക്കും കൂടി ഹാൻഡിൽ ചെയ്യാൻ ഒരിക്കലും പറ്റത്തില്ല. അത് കാരണം ഞാൻ അവിടെ പോയിട്ട് അവരെയും കൂട്ടിയിട്ട് ഇങ്ങോട്ട് പോരുകയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ച് ദിവസം ആലപ്പുഴയിൽ നിൽക്കും ചെയ്യാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട്. കുഞ്ഞുങ്ങൾ അലമ്പാക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ നല്ല കുട്ടികളായിട്ട് ഇതേ നോക്കിയിരിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ക്രിസ്മസിൻ്റെ ആ ഒരു ഇടയ്ക്കായതുകൊണ്ട് തന്നെ നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടി നോക്കിയിട്ട് നമുക്ക് സീറ്റ് കിട്ടിയിട്ടേ ഉണ്ടായിരുന്നില്ല. നേരിട്ട് ചെന്നിട്ടും അല്ലാതെയൊക്കെ നമ്മൾ സീറ്റ് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അവൈലബിൾ അല്ലായിരുന്നു കേട്ടോ. പിന്നെ ക്രിസ്മസ് ഒക്കെ അല്ലേ, അതിൻ്റേതായ തിരക്കും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ജനറലിൽ തന്നെ പോരാമെന്ന് വിചാരിച്ചു. ഫ്രണ്ടിൽ ഭയങ്കര തിരക്കായതുകൊണ്ട് തന്നെ അമ്മ ഓൾറെഡി ഈ ട്രെയിനിലൊക്കെ ട്രാവൽ ചെയ്യുന്ന ഒരാളായതുകൊണ്ട് തന്നെ ബാക്കിൽ അധികം സീറ്റ് ഒഴിവായിരിക്കും എന്ന് അമ്മയ്ക്ക് അറിയായിരുന്നു. അങ്ങനെ ഞങ്ങൾ ബാക്കിലാണ് കേട്ടോ കയറിയിട്ടുണ്ടായിരുന്നത്. തിരൂർ എത്തുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുമെങ്കിലും പക്ഷെ നമുക്ക് കുറച്ച് നടക്കാനല്ലേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് സ്വസ്ഥമായിട്ട് ഇരിക്കാമല്ലോ അങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ ബാക്കിൽ തന്നെയാണ് കേട്ടോ കയറിയത്. കുട്ടികൾക്ക് വേണ്ടിയിട്ട് കുറേ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് പഴം പുഴുങ്ങിയതും അതുപോലെ കുറുക്കും അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൽ നിവിക്കാണെങ്കിൽ ചെറുതായിട്ട് പനിക്കുന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അവിടെ നിന്ന് ചെറിയ ടിഷ്യൂ ഉണ്ടായിരുന്നു നമ്മുടെ കയ്യിൽ. അതിൽ വെള്ളം നനച്ചിട്ടാണ് കേട്ടോ നമ്മൾ നെറ്റിയിൽ വെച്ചത്. കുഞ്ഞുങ്ങളുള്ള വീട്ടിൽ ആൾക്കാർക്ക് അറിയാൻ പറ്റും. കാരണം കുഞ്ഞുങ്ങൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും മെഡിക്കൽ വരെ നമ്മുടെ കയ്യിലുണ്ടായിരിക്കും. അതേപോലെ ദേ അനിയത്തിയെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പനിക്കുള്ളതാണ്, പാരസെറ്റമോളാണ് കേട്ടോ. അപ്പോൾ അതിന് നിവിക്കൊക്കെ കൊടുത്തു. അത് കഴിഞ്ഞിട്ട് നിവിക്ക് ഫുഡ് കൊടുത്തോണ്ടിരിക്കുകയാണ്. പാൽ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ കുഞ്ഞുങ്ങൾക്ക് വിശക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ ഓരോന്നായിട്ട് കൊടുക്കുകയാണ്. കഴിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല കേട്ടോ, നമ്മൾ കറക്റ്റ് സമയത്ത് കുറച്ചെങ്കിലും എന്തെങ്കിലുമൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുത്തോണ്ടിരിക്കണം. കുഞ്ഞുങ്ങളല്ലേ, അവർക്ക് വിശപ്പുണ്ടെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെ നിധി നിവിയും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ ഓൾറെഡി പഴംപൊരി പുറത്തുനിന്ന് മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കഴിച്ചിട്ടും വിശപ്പ് മാറിയിട്ടില്ല. കാരണം നമ്മൾ ചോറൊന്നും എടുത്തിട്ടില്ലായിരുന്നു. അത് കാരണം പഴം ഉണ്ടായിരുന്നു, അങ്ങനെ പഴം കഴിച്ചു. പിന്നെ ഒരു ഉഴുന്നുവട കഴിച്ചു. അങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് എന്തെങ്കിലും ചെറിയതായിട്ട് കഴിക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് പാരസെറ്റമോളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആൾ ഓക്കെ ആയിട്ടുണ്ടായിരുന്നു. ആൾ നെറ്റിയിൽ വെച്ച ടിഷ്യൂ പേപ്പറാണ് കേട്ടോ വലിച്ചെറിഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ കുറച്ച് നേരം നമ്മളങ്ങനെ ഇരുന്നു. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ കിടക്കുകയാണ് കേട്ടോ. കാരണം അവിടെ അത്രത്തോളം സ്ഥലം ഉണ്ടായിരുന്നു. കാരണം ഒറ്റ മനുഷ്യന്മാരും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ 2 കുഞ്ഞുങ്ങളും ഓക്കെ ആയതുകൊണ്ട് അനിയത്തിയും അമ്മയും ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് വീഡിയോസും കുറച്ച് ഫോട്ടോസും ഒക്കെ എടുത്തു കേട്ടോ. കാരണം കുഞ്ഞുങ്ങളുടെ ഫസ്റ്റ് ട്രാവലല്ലേ, അതുകൊണ്ട്. നിവിക്ക് വീട്ടിൽ വെച്ചിട്ട് വലിയ പനിയൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു കുറച്ച് ട്രാവലൊക്കെ നമ്മൾ ചെയ്തില്ലായിരുന്നു, അതിൻ്റെ ഒരു ടയർഡ്നെസ് ആയിരിക്കും. മരുന്ന് കൊടുത്തപ്പോൾ ആൾ ഓക്കെ ആയിട്ട് വരുന്നുണ്ട് കേട്ടോ. നിധിക്കാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല, ആളും ഓക്കെയാണ്. ഭയങ്കര ഹാപ്പി ആയിട്ട് ഇങ്ങനെ കിടത്തവും കളിയും ചിരിയും പുറത്തുള്ള കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ വിശാലമായിട്ടാണ് കേട്ടോ ഞങ്ങളിത് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ രാവിലെ ഒരു 10-11 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ആ സമയത്താണ് നമ്മൾ ഇറങ്ങിയത്. രാവിലെ ഒരു 6 മണിയുടെ ട്രെയിൻ ഉണ്ട്, അതിന് കയറി കഴിഞ്ഞാൽ നമുക്ക് ഒരു ഉച്ചയൊക്കെ ആകുമ്പോൾ തിരൂർ വന്ന് ഇറങ്ങാം കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങളുള്ളതുകൊണ്ട് നമുക്കത് കുറച്ച് റിസ്ക്കാണ്. പിന്നെ ക്രിസ്മസിൻ്റെ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഒട്ടും പറ്റത്തില്ല. കാരണം കുഞ്ഞുങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളത് പറയാൻ പറ്റില്ല. കാരണം ക്രൗഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ ചില കുട്ടികൾക്ക് അത് ഇഷ്ടമാവത്തില്ല, ഒരു സ്വസ്ഥത കുറവ് പോലെയൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനത്തെ ആയതുകൊണ്ട് റിസ്ക് എടുത്തില്ല കേട്ടോ. അത് കാരണം നമ്മൾ ചേർത്തല വന്നിട്ട് ഉച്ചക്കത്തുള്ള ട്രെയിനാണ് കയറി പോകുന്നത്. ഇപ്പം തന്നെ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും വൈകുന്നേരമൊക്കെ ആകാൻ പോകുന്നുണ്ട് കേട്ടോ. നിധി ആണെങ്കിൽ തളർന്ന് കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. ആൾ കുറേ നേരം കളിച്ചും ചിരിയൊക്കെ ഇരിക്കുകയായിരുന്നു. നിവി ഇപ്പോഴാണൊന്ന് ഓക്കെ ആയത് കേട്ടോ. കുറേ ആൾക്കാർ ഇപ്പോൾ വന്ന് കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആൾക്കാരുടെ മുഖത്തൊക്കെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് ആൾ. ശരിക്കും പറഞ്ഞാൽ എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതി എന്നായിട്ടാണ്. കാരണം ഇരുന്നിരുന്ന് ബോറടിക്കും നമുക്ക്. പിന്നെ കുറച്ചും കൂടി കഴിഞ്ഞപ്പോൾ നിവി ബേബി എൻ്റെ കയ്യിലേക്ക് വന്നിട്ടാ. അവൾ അവിടെ ഇരുന്നിട്ട് ബോറടിച്ചിട്ടാണ് തോന്നുന്നത്. എൻ്റെ അടുക്ക് ഞാനിങ്ങനെ കൈ നീട്ടിയപ്പോൾ ആൾ വന്ന്. പിന്നെ ആൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരാൾ ഉറങ്ങുകയാണ്, ഒരാൾ കളിച്ചുകൊണ്ടിരിക്കുകയാണ്.
വൈകുന്നേരം ആകുമ്പോൾ തണുപ്പടിക്കും കേട്ടോ. അത് കാരണം നമ്മൾ തലയിൽ വെക്കാനുള്ള സാധനമൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ആളുടെ തലയിൽ അത് വെച്ച് കൊടുത്തപ്പോൾ ആൾക്കത് ഇഷ്ടപ്പെട്ടില്ല. അത് ഊരി കളഞ്ഞിട്ട് അമ്മയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നിങ്ങൾ കാണുന്നത്. ട്രെയിനിലായാലും ബസ്സിനായാലും എല്ലാവർക്കും സൈഡ് സീറ്റ് ആയിരിക്കുമല്ലോ ഇഷ്ടം. എനിക്കും അതുപോലെ തന്നെ. എന്നാലും നമുക്ക് പുറത്തത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുള്ളൂ അല്ലേ. ഞാൻ നിവി ബേബിക്ക് ഇതേ പുറത്തത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു കൊടുക്കണമെങ്കിലും ഓൾക്ക് അത് ഇഷ്ടമാവണില്ല കേട്ടോ. ഓളിതേ അമ്മയായിട്ട് ഇതേ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മ എന്തൊക്കെയോ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതും കണ്ട് ഓള് ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. ഓളെ തലയിൽ വെച്ചുള്ള സാധനമാണെങ്കിൽ ഊരിക്കളഞ്ഞുകൊണ്ട് ഞാൻ കുറേ നേരം അത് തലയിൽ വെക്കാൻ വേണ്ടി നോക്കി. പക്ഷെ ആൾ സമ്മതിക്കണേ ഇല്ല കേട്ടോ. ഒന്നാമതേ ആൾക്ക് പനിയായിട്ടിരിക്കുകയല്ലേ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, ഓളത് വലിച്ചിങ്ങനെ ഊരി എടുക്കുകയാണ്. പിന്നെ അമ്മയായിട്ട് ഇതേ കളിച്ചോണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ഉണ്ട് കുറേ പേർക്ക് ഇങ്ങനെ ലോങ് പോകുന്ന സമയത്ത് ഈ ഛർദ്ദിക്കാൻ വരുന്ന സ്വഭാവം. ശരിക്കും പറഞ്ഞാൽ അത് മാറണമെങ്കിൽ നമ്മൾ യാത്ര തന്നെ ചെയ്യണം കേട്ടോ. ഇപ്പോൾ എൻ്റെ വീട് ശരിക്കത്തത് ആലപ്പുഴ ആയതുകൊണ്ട് ഞാൻ മലപ്പുറത്ത് നിൽക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മലപ്പുറത്ത് പോകുന്നു, അങ്ങോട്ട് ആലപ്പുഴയ്ക്കും പോവുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് അങ്ങനെയാണ് കേട്ടോ എൻ്റെ ആ ഒരു ടെൻഡൻസിയൊക്കെ മാറിയത്. എനിക്കിങ്ങനെ ട്രാവൽ ചെയ്യുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമായിരുന്നു കേട്ടോ. കാരണം കുഞ്ഞിലെ ഒന്നും ഞാൻ അധികം ട്രാവൽ ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. അധികം ഞാൻ പോയിട്ടുമില്ല കേട്ടോ. ഇപ്പോഴാണെങ്കിലും ഞാൻ കൂടുതലും വീട്ടിലേക്ക് പോകുക എന്നുള്ളതല്ലാതെ ഞാൻ പുറത്തങ്ങനെ അധികം പോകാറൊന്നുമില്ല. പിന്നെ ലോങ് പോയിട്ടുള്ളതാണെങ്കിൽ ബാംഗ്ലൂർ, അതേപോലെ തന്നെ ബോംബെയിൽ അങ്ങനെയുള്ള സ്ഥലത്ത് ഒക്കെ കുഞ്ഞു കുഞ്ഞു ട്രിപ്പ് കാര്യങ്ങളായിട്ട് പോയിട്ടുള്ളൂ. അതാണെങ്കിലും ജോബ് റിലേറ്റഡോ അല്ലെങ്കിൽ എന്തെങ്കിലും എഡ്യൂക്കേഷൻ റിലേറ്റഡ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും കേട്ടോ. പക്ഷേ ഏറ്റവും വലിയൊരു ആഗ്രഹം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് യാത്ര ചെയ്യണമെന്നാണ്. പൊതുവേ എല്ലാ പെൺകുട്ടികൾക്കുള്ള യാത്ര ആ ഒരു മോഹം തന്നെയാണ് കേട്ടോ എനിക്കുള്ളത്. നമ്മൾ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ചായക്കാരൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മളൊരു ചായ മേടിച്ച്, സാധാരണ ന്യൂസിലൊക്കെ കാണുന്ന സമയത്ത് നമുക്ക് ചായ മേടിച്ച് കുടിക്കേണ്ടെന്നൊക്കെ തോന്നും. പക്ഷെ ഭയങ്കര ടയേർഡായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു ഗ്ലാസ് ചായ മേടിച്ച് കുടിച്ചു. ഇത് കണ്ടോ രാത്രിത്തെ ഒരു വ്യൂ നോക്കിയേ, എന്ത് ഭംഗിയാണല്ലേ കാണാൻ വേണ്ടിയിട്ട്. ഏകദേശം എത്താറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞുങ്ങൾ ചെറുതായിട്ട് അലമ്പാക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ എഴുന്നേറ്റ് നടത്തുമായിരുന്നു. പിന്നെ മുകളിൽ ഇരുത്തുന്നതാണ് കേട്ടോ. ആളതേ മുകളിൽ ഇരുത്തി കഴിഞ്ഞപ്പോൾ ഭയങ്കര ചിരിയും കളിയൊക്കെ. അപ്പോൾ രണ്ടാമത്തെ ആളെയും കൂടി ഇതവിടെ ഇരുത്തിയിട്ടുണ്ട് കേട്ടോ. മുകളിലിരിക്കുന്ന 2-3 ഫോട്ടോസൊക്കെ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഏതായാലും എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ല, അല്ലെങ്കിൽ ഞാൻ ആഡ് ആക്കായിരുന്നു. നല്ല സൂപ്പർ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. കാരണം മുകളിലിരുന്ന് കഴിഞ്ഞപ്പോൾ ഒരാൾ ചിരിക്കാൻ തുടങ്ങി, രണ്ടാമത്തെ ആൾ കരയാൻ തുടങ്ങി. ഒരാൾ കരയാൻ തുടങ്ങിയപ്പോൾ രണ്ടാമത്തെ ആൾ ചിരിക്കാൻ തുടങ്ങിയിട്ടാ. അങ്ങനെ എന്തൊക്കെയായിരുന്നു. ഞാനാണെങ്കിൽ വീഡിയോ എടുക്കുന്ന തത്രപ്പാടിലാണ് ഇരിക്കുന്നത്. അങ്ങനെ കഴിഞ്ഞ് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മൾ തിരൂർ എത്തിയിട്ടുണ്ടായിരുന്നു. തിരൂരിൽ വെച്ചിട്ട് വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം ലഗേജ് ഉണ്ടായിരുന്നു, കുഞ്ഞുണ്ടായിരുന്നു. അത് കാരണം നമ്മൾ നേരെ ഹോട്ടലിലേക്ക് ഇങ്ങോട്ട് പോന്ന്. പിന്നെ ഭക്ഷണം കഴിച്ചിട്ടാവാം ഇനിയുള്ള യാത്ര എന്ന് വിചാരിച്ചിട്ട്, കാരണം വിശന്ന് വലഞ്ഞിരിക്കുകയായിരുന്നു. പിന്നെ കുറേ നേരം ഞങ്ങൾ വെയിറ്റ് ആക്കിയിട്ട് ആ സമയത്തുള്ള പരിപാടിയായിരുന്നു ഇത്. മയോണൈസും അതേപോലെ തന്നെ ഇത് വെച്ചിട്ട് ഞങ്ങൾ ഓരോ ക്രിയേറ്റീവ് മൈൻഡ് വെച്ചിട്ട് നമ്മൾ ഓരോന്നും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്താകും എന്നുള്ളൊരു ഐഡിയ ഒന്നുമില്ല. എൻ്റെ അനിയത്തി എന്തോ കാണിക്കുന്നുണ്ട്. സൂര്യനാണോ ഇനി വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത് എനിക്കറിയില്ല. ഏതായാലും ഒരു നക്ഷത്രം പോലെ ഉണ്ടല്ലേ. ഞാനാണെങ്കിൽ വേറെ എന്തോ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഒഴുകി നടക്കുകയായിരുന്നു ഗൈസ്. അങ്ങനെ എല്ലാ ക്രിയേറ്റീവിന് ശേഷം നമ്മുടെ പൊറോട്ട നമ്മൾ എത്തിച്ചേർന്നിട്ടുണ്ട്. നമ്മൾ കുറച്ച് കൂടുതൽ മേടിച്ചിട്ടുണ്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ പാഴ്സൽ എടുക്കാമല്ലോ, നാളെ നമുക്ക് രാവിലെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ ചൂട് വാറുന്ന കറിയൊക്കെ കൂട്ടിയിട്ട് പൊറോട്ട തട്ടിയിട്ടാ നേരെ ഞങ്ങൾ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഇത്രയുള്ള വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ടാറ്റാ.